ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നോക്കി അവരോട് ഒരു ചോദ്യം ചോദിച്ചു. ചെറിയ ക്ലാസ്സിലാണ് അധ്യാപകൻ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. അധ്യാപകൻ ആ ചെറിയ വിദ്യാർത്ഥികളെ, പ്രായം തീരെ കുറഞ്ഞ വിദ്യാർത്ഥികളെ കണ്ട് അവരോട് സ്നേഹത്തോടെ അധ്യാപകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇപ്രകാരമായിരുന്നു: കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ഏതായിരുന്നു എന്നായിരുന്നു അധ്യാപകന്റെ ചോദ്യം. ആ ചോദ്യത്തിന് പൊടുന്നനെ കുറേ ഉത്തരങ്ങൾ ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വന്നു. ചിലർ സിംഹം എന്ന് പറഞ്ഞു, ചിലർ പുലിയെന്നും, ചിലർ ആനയെന്നും. അങ്ങനെ അവരുടെ ആ ചെറുപ്രായത്തിൽ, ആ ചെറിയ ബുദ്ധിയിൽ അവരുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഉത്തരങ്ങളും അവർ പറഞ്ഞു. അധ്യാപകൻ അതെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് അവർക്കൊരു ചെറിയ ഒരു ഉപദേശം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അധ്യാപകൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മക്കളെ, ഒരു കാട്ടിലെ ഏറ്റവും അപകടകാരിയായ സൂക്ഷിക്കേണ്ട മൃഗം എന്നുള്ളത് നിങ്ങളീ പറഞ്ഞ ആനയോ പുലിയോ സിംഹമോ കടുവയോ കരടിയോ ഒന്നും മാത്രമല്ല. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗം എന്നുള്ളത് മുറിവേറ്റ മൃഗമാണ്. മുറിവേറ്റ ഒരു മൃഗമാണ് ഒരു കാട്ടിലെ ഏറ്റവും അപകടകാരിയായ മൃഗം. ആ മൃഗം എപ്പോഴും ആക്രമിക്കാൻ ഉള്ള എല്ലാ സ്വഭാവത്തോടുമായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ചലനങ്ങളെല്ലാം വേദന കൊണ്ട് പുളഞ്ഞ് മറ്റൊരാളെ ആക്രമിക്കാൻ വേണ്ടിയായിരിക്കും അത് പോകുന്നത്. അതിനേറ്റ ആഴത്തിലുള്ള മുറിവിൻ്റെ വേദന കൊണ്ട് അത് തൻ്റെ മുമ്പിൽ വരുന്ന ഏതൊരു എതിരാളിയെയും, ഒരുപക്ഷെ മൃഗമായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തുമായിരിക്കാം, അതിനെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളൊരു സ്വഭാവത്തോടെ ആയിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കാട്ടിലെ ഏറ്റവും അപകടകാരി എന്നുള്ളത് മുറിവേറ്റ ഒരു മൃഗമാണെന്ന് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ളത്, ഏറ്റവും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആളുകൾ എപ്പോഴും മുറിവേറ്റ ആളുകളാണ്. മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും മുഖേന ഏറ്റ മുറിവുകൾ, ഒരുപക്ഷെ ബാല്യകാലത്തിലേറ്റ മുറിവുകളായിരിക്കാം, ഒരുപക്ഷെ തൻ്റെ കൗമാരത്തിലേറ്റ മുറിവുകളായിരിക്കാം. അങ്ങനെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവരേറ്റ മുറിവുകൾ അവരെ വലിയ ഭയാനകമായ, ഭയപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റും. പലപ്പോഴും സമൂഹത്തിന് വിരുദ്ധമായി, സാമൂഹ്യ വിരുദ്ധരായവർ തീരും. സമൂഹത്തെ കിടുകിട വിറപ്പിക്കുന്ന വലിയ കുറ്റവാളികളായി അവർ മാറും. അങ്ങനെ ഒട്ടും തന്നെ ഒരു നല്ല ജീവിതം നയിക്കുന്ന, ഒരു നല്ല മാതൃകയുള്ള ജീവിതം നയിക്കുന്നവരാകാതെ അവർ തീർത്തും അപകടകാരികളായ മനുഷ്യരായി മാറും. അത് അവരുടെ സ്വഭാവമല്ല, പിന്നെയോ അവർക്ക് മറ്റുള്ളവരിൽ നിന്നോ അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നോ അവർ ഏറ്റ മുറിവുകൾ കൊണ്ടാണ്. അതവരെ വലിയ അപകടകാരികളാക്കി മാറ്റും. അതവരെ തീർത്തും മോശക്കാരായ ആളുകളാക്കി മാറ്റും. കാരണം ആ മുറിവുകൾ പലപ്പോഴും ഉണങ്ങാറില്ല. ആ മുറിവുകൾ പലപ്പോഴും അവരുടെ ആഴത്തിൽ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേരൂന്നി അത് പിന്നെയും പിന്നെയും തികട്ടി വരും. അതിൻ്റെ വൈരാഗ്യം അവരെ വലിയ കുറ്റങ്ങളിലേക്കും വലിയ പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും നയിക്കും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളൊക്കെ വലിയ ആത്മീയ ജീവിതത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ആത്മീയ പുരോഗതിക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന പ്രേരക ശക്തി എന്നുള്ളത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് ശക്തിയാണ് നമ്മളെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത്
ചിന്തനീയമായ വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സത്ത, നമ്മുടെ ഉള്ളിലുള്ളത് എന്ത് എന്ന് പുറത്തു വരുന്നത് പലപ്പോഴും നമ്മൾ മുറിയപ്പെടുമ്പോഴാണ്. നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ, നമ്മൾ മുറിക്കപ്പെടുമ്പോൾ, നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ആരാണ്, നമ്മൾ എന്തിനെയാണ് പ്രത്യാശ വയ്ക്കുന്നതെന്നുള്ളത് പുറത്തു വരും. പലപ്പോഴും നമ്മൾ തികഞ്ഞ ആത്മീയരായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന, നമ്മുടെ തന്നെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പടുത്ത നമ്മുടെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ പുറത്തു വരും. നമ്മുടെ ഉള്ളിലെ മൃഗീയ സ്വഭാവമുള്ള മനുഷ്യൻ പുറത്തു വരും. അപകടകാരിയായ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ പുറത്തു വരും. തീർത്തും ക്രിസ്തുവിന് നിരക്കാത്ത മനുഷ്യൻ പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഒരു ക്രൈസ്തവനായിട്ട് മുദ്ര കുത്തുന്നത് അവൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ക്ലേശകരമായ നിമിഷത്തിൽ, അവനെ മുറിവേൽപ്പിക്കപ്പെടുന്ന നിമിഷത്തിൽ, അവൻ കുത്തി തുളയ്ക്കപ്പെടുന്ന നിമിഷത്തിൽ അവൻ ഏത് മനോഭാവം എടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമുക്കറിയാം, കാൽവരിയുടെ യാഗത്തിൽ, കാൽവരിയുടെ നെറുകയിൽ അവസാനത്തെ കുന്തം കൊണ്ടുള്ള കുത്തൽ വരെ നമുക്കറിയാം ക്രിസ്തുവിൽ നിന്ന് ഒഴുകിയ ചോരയും നീരും താഴെ നിന്ന് അന്ധനെ സുഖപ്പെടുത്തി. അപ്പോൾ അവനെ മുറിവേൽപ്പിച്ചപ്പോൾ അതായിരുന്നു അവനിൽ നിന്ന് പുറപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കുമ്പോൾ എന്താണ് പുറത്തു വരുന്നത്, ഏത് നയമാണ് നമ്മൾ പുറത്തെടുക്കുന്നത് എന്നുള്ളത് തെളിയിക്കും നമ്മൾ ആരുടെ പക്ഷത്താണ്, ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ ലോകത്തിൻ്റെ പക്ഷത്താണോ എന്ന് തെളിയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത് നടന്ന ഒരു സംഭവമുണ്ട്. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും എൻ്റെ തലച്ചോറിൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തെപ്പറ്റി വലിയൊരു കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു മാറ്റം എൻ്റെ തലച്ചോറിൽ ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്. സംഭവം മറ്റൊന്നുമില്ല, ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോയി. അപ്പോൾ ഞാൻ എൻ്റെ കാറിലാണ് പോകുന്നത്. ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ എൻ്റെ വാഹനവുമായി ഒരു കയറ്റമൊക്കെ കയറി വേണം ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ. ഞാൻ ചെല്ലാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തീർത്ത് ഞാൻ എൻ്റെ വാഹനം തിരിച്ചെടുത്ത് ഞാൻ കയറിപ്പോകുന്ന ആ ഇറക്കം തിരിച്ചിറങ്ങുമ്പോൾ ആ വഴിയുടെ ഒരു പ്രത്യേകത, വളരെ ഇടുങ്ങിയൊരു വഴിയാണ്. ഒരു ചെറിയൊരു കാറിന് ആ വഴിക്ക് കൃത്യം പോവാം. സാധാരണ ഒരു ഒമിനി കാറോ അതുപോലത്തെ കാറുകൾക്ക് കറക്റ്റ് പോകാവുന്ന ഒരു ചെറിയ വഴി, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകാവുന്ന ഒരു ചെറിയ വഴിയാണ്. അപ്പോൾ ഞാൻ ആ വഴിയിലേക്ക് ആ ഇറക്കത്തിലേക്ക് ഇറങ്ങി ഏകദേശം ഒരു പകുതി മുക്കാലൊക്കെ ആയി. പെട്ടെന്ന് ഞാനിങ്ങനെ കാണുകയാണ്, താഴെ നിന്ന് ഈ കയറ്റം കയറിയ ഒരു ഓട്ടോ പെട്ടെന്ന് കയറി വരിക. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഇറക്കം ഇറങ്ങുമ്പോൾ സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഈ താഴെ നിൽക്കുന്ന വണ്ടികൾ അവിടെ നിർത്തി നമ്മളങ്ങ് ഇറങ്ങി പോകുന്നതാണ് സാധാരണ പതിവ്. പക്ഷേ ഈ ഓട്ടോക്കാരൻ പെട്ടെന്ന് കയറി അങ്ങ് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളുണ്ടായിരുന്നു ഒതുക്കാൻ. കയറ്റം കയറി വന്നാൽ തന്നെ പല വീടുകളുടെ ഗേറ്റും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സൈഡ് ഒതുക്കാൻ. പക്ഷേ അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ വളരെ വേഗത്തിൽ കയറി അങ്ങ് വന്നു. കയറി വന്ന് എൻ്റെ വാഹനത്തിന് തൊട്ട് മുമ്പിൽ വന്ന് നിർത്തി അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി, അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി. അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്നെ കണ്ണ് കാണില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ മോശമായ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. നിങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ താഴെ നിന്ന് വരുന്നത് കാണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ന്യായവാദങ്ങൾ എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് ഞാൻ അദ്ദേഹത്തോട് എനിക്കങ്ങ് എൻ്റെ ഉള്ളിൽ നിന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഇവൻ എന്താ ഈ പറയുന്നത്? എൻ്റെ ഭാഗത്താണല്ലോ ന്യായം, ഇവൻ ചെയ്തതിൽ ഒരു ന്യായമില്ല. താഴെ നിൽക്കേണ്ട വണ്ടി, നിർത്തേണ്ട വണ്ടി ആ താഴെ നാം കയറ്റിക്കൊണ്ട് വന്ന് എന്നോട് അവൻ ന്യായം പറയുന്നു. അതിലൊരു യുക്തിയില്ല, ന്യായമില്ല. എന്നിട്ട് അവൻ വലിയ വായിൽ അവൻ ദേഷ്യപ്പെടുന്നു.
വാസ്തവത്തിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങ് തിളയ്ക്കാൻ തുടങ്ങി. എൻ്റെ ദേഷ്യം അങ്ങോട്ട് എനിക്ക് വല്ലാത്ത രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പറയാമെന്നൊക്കെ, എന്തെങ്കിലും 2 വാക്ക് പറയാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ അത് പറയുന്നത് ശരിയല്ലോ, ഒരു പൊതുസമൂഹത്തിൽ അതൊരു ഇടർച്ചയ്ക്ക് കാരണമാവല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ നിശബ്ദനായി. അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ അവിടെ ഒതുക്കായിരുന്നു എന്നൊരു ചെറിയ സാരോപദേശം കൊടുത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കുഴപ്പമില്ല, ഞാൻ വണ്ടി തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഈ പകുതി കയറ്റം മുഴുവൻ എൻ്റെ വണ്ടി റിവേഴ്സ് കയറ്റി. ഓർക്കണം, എൻ്റെ കാറ് ഞാൻ ഈ പകുതി കയറ്റത്തിൽ നിന്ന് മേളോട്ട് റിവേഴ്സ് കയറ്റി. എന്തൊരു പാടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അത്രയും പാടില്ല, അദ്ദേഹത്തിന് അവിടെ ഒതുക്കിയിരുന്നെങ്കിൽ അത്രയും പാടില്ലായിരുന്നു. പക്ഷേ ഈ ഇരട്ടി ഭാരം എൻ്റെ തലയിൽ കയറ്റി വെച്ച് അദ്ദേഹം എന്നെ തിരിച്ച് വണ്ടി കയറ്റി. അങ്ങനെ ഞാൻ എൻ്റെ വാഹനം കയറ്റി, ഞാൻ എവിടെ നിന്ന് ആരംഭിച്ച് അവിടെ കൊണ്ട് നിർത്തി അദ്ദേഹം കടന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ദേഷ്യം അങ്ങ് തകട്ടാൻ തുടങ്ങി. അദ്ദേഹം എന്തൊരു മോശം മനുഷ്യന്മാരാണ് ഈ ലോകത്തുള്ളത്, ഈ എന്തൊരു സംസ്കാരമാണ് ഈ നാട്ടിലുള്ളത്. ഒട്ടും തന്നെ നീതിക്ക് നിരക്കാത്ത, യുക്തിക്ക് നിരക്കാത്ത മനുഷ്യർ. എന്തെങ്കിലും ന്യായമുണ്ടോ ആ മനുഷ്യൻ പറയുന്നതിന്? ഞാൻ എൻ്റെ വാഹനമായി താഴേക്ക് ഇറങ്ങി വരുന്ന അദ്ദേഹം കണ്ടതാണ്, ഏറ്റവും താഴെ നിന്ന മനുഷ്യൻ കണ്ടതാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മല്ലുകൊണ്ട് കയറി വന്ന് എൻ്റെ മുമ്പിൽ നിർത്തി ബ്ലോക്കാക്കി, പിന്നെ എന്നെ ചീത്ത പറഞ്ഞ് എന്നെ മേളിൽ കയറ്റി. എത്രയോ നീചമായ പ്രവൃത്തി, ഒട്ടും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തി. വാസ്തവത്തിൽ ആ വണ്ടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇടിപ്പിക്കണമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് വളരെ യുക്തിഭദ്രമായിട്ടാണ്. ലോകത്തിൻ്റെ കാഴ്ചയിൽ, യുക്തിയിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സത് എന്നോട് പറയുന്നുണ്ട്, നീ ചിന്തിക്കുന്നത് വളരെ കറക്റ്റാണ്, ബുദ്ധി എന്നോട് പറയുന്നുണ്ട്, വളരെ കറക്റ്റായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ അങ്ങ് കത്തിക്കേറുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈകാരികതയെല്ലാം കെട്ടടങ്ങി. എന്നെ ആ ദേഷ്യത്തിലേക്ക് പ്രേരിപ്പിച്ച എൻ്റെ ഹോർമോണുകളൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞ് നേരാവണ്ണം ചിന്തിക്കാനുള്ള ബോധമായപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, വാസ്തവത്തിൽ ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? ഞാൻ ആരുടെ കാൽപ്പാടുകളാണ് പിൻചൊല്ലുന്നത്? ഞാൻ ആരുടെ വഴിയെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്? എവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്? എന്നെ ഒരു മനുഷ്യൻ അകാരണമായി പീഡിപ്പിച്ചപ്പോൾ, അകാരണമായി ഒരു മനുഷ്യനെ വേദനിപ്പിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് പുറത്തു വന്നത്? ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? എങ്ങനെയായിരുന്നു ഞാൻ പ്രതികരിക്കേണ്ടിയിരുന്നത്? വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ വളരെയധികം അലട്ടാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുവാനായിട്ട് ഗുരുനാഥൻ്റെ പാത പിന്തുടർന്ന് അവന് വേണ്ടി ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചു. അവൻ്റെ പുരോഹിതനാവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇറങ്ങിത്തിരിച്ചു. ഈ ലോകത്തിൽ കിട്ടാവുന്ന നല്ല ജീവിതത്തെയെല്ലാം മാറ്റിവെച്ച് ഒട്ടും തന്നെ ശുഭകരമല്ലായിരിക്കും എന്നുള്ള എല്ലാ ഉറപ്പോട് തന്നെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. എന്നിട്ടും അവസാനം ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? എൻ്റെ അഹങ്കാരവും എൻ്റെ സ്വാർത്ഥതയും എന്നെ എവിടെ എത്തിച്ചിരിക്കുന്നു? എൻ്റെ മനസ്സ് ഇപ്പോൾ എവിടെയാണ്? എന്നെ ഒരു മനുഷ്യൻ പീഡിപ്പിച്ചപ്പോൾ, എന്നെ അകാരണമായി ദുഃഖിപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു നീതിയില്ലായിരുന്നപ്പോൾ എൻ്റെ പ്രതികരണം എപ്രകാരമായിരുന്നു? ഞാൻ ആരുടെ പക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത്? ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ? ഈ ലോകം തരുന്ന നീതിയുടെയും നിയമത്തിൻ്റെയും പക്ഷത്താണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. ഞാൻ വാസ്തവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഒരു തെറ്റായ ട്രാക്കിലായിരുന്നു. എൻ്റെ മനസ്സ് ഓടിക്കൊണ്ടിരുന്നത് തെറ്റായ ഒരു ട്രാക്കിലായിരുന്നു, തെറ്റായ ദിശയിലായിരുന്നു. ഞാൻ ഓടേണ്ട ദിശയെ മറന്ന്, ഞാൻ ഓടേണ്ട ട്രാക്കിനെ മറന്ന് ഞാൻ തീർത്തും എതിർ ദിശയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ചവൻ എന്തിനു വേണ്ടി എന്നെ വിളിച്ചുവോ അതിന് തീർത്തും വിപരീതമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം കടന്നു വന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 36-ാം തിരുവചനം. ഞങ്ങൾ ദിവസം തോറും വധിക്കപ്പെടുകയും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ദിവസം തോറും വധിക്കപ്പെടുകയും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് റോമയിലുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ ആ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഞാൻ ദിവസം തോറും വധിക്കപ്പെടുന്നു.
കൊലയ്ക്കുള്ള ആടിനെ പോലെ കരുതപ്പെടുകയും ചെയ്യും. എന്താണ് പ്രിയപ്പെട്ടവരെ ദിവസം തോറും വധിക്കപ്പെടുക? നമുക്കറിയാം, ഒരു മനുഷ്യന് ഒരു മരണമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ വ്യക്തിത്വവും എൻ്റെ സത്തയും ഇല്ലാതാക്കി മറ്റുള്ളവർ എന്നെ അകാരണമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ്ലീഹയ്ക്ക് ഏൽക്കേണ്ടി വന്ന അത്തരം പീഡനങ്ങളാണ്. എവിടെ ചെന്നാലും പീഡനങ്ങൾ, ചാട്ടവാർ അടി, ക്രിസ്തുവിനെ പ്രതി അങ്ങനെ അകാരണമായി പീഡനങ്ങൾ, ഒരു കാരണമില്ലാതെ പീഡിപ്പിക്കുക, ജയിലിലിടുക, കാരാഗ്രഹത്തിൽ അടയ്ക്കുക. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ അദ്ദേഹം പറയാണ്, ദിവസം തോറും വധിക്കപ്പെടുന്നു. എവിടെ ചെന്നാലും കളിയാക്കലും പരിഹാസവും ഉണ്ടാവുന്നു, നിന്ദനമുണ്ടാവുന്നു. കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യും. കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ് വചനം പറയുന്നത്. കൊലയ്ക്കുള്ള ആട്, നമുക്കറിയാം, കൊലയ്ക്കുള്ള ആടിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ ഒരു ചിന്തയില്ല, അതിന് വേറെ പ്രതീക്ഷകളൊന്നുമില്ല, അതിന് വേറെ ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല. അതിൻ്റെ മുമ്പിലുള്ളത് അത് കാത്തിരിക്കുന്ന കൊലയോ മരണവുമാണ്. അതിനെ കൊല്ലാൻ വരുന്നവരെ കാത്തിരിക്കുന്ന ഒരു ചിന്ത മാത്രമേ ഒരു കൊലയ്ക്കുള്ള ആടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അതിന് മറ്റ് ശുഭാപ്തി വിശ്വാസങ്ങളോ മറ്റ് പ്രതീക്ഷകളൊന്നുമില്ല. എന്തായാലും കൊല്ലപ്പെടും. ആ കൊലയ്ക്ക് വേണ്ടി റെഡിയായിട്ടിരിക്കുക, തയ്യാറായിട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഈ വചനം എൻ്റെ മനസ്സിലേക്ക് ആഴത്തിലിറങ്ങി. ഞാൻ പിന്നീട് തിരുത്തി ചിന്തിക്കുവാൻ തുടങ്ങി. ഞാൻ എവിടെ ആരംഭിച്ചുവോ ആ ആദ്യ സ്നേഹത്തിലേക്ക്, ഞാൻ എവിടെ ചിന്തിച്ചു തുടങ്ങിയോ ആ ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യണം. ക്രിസ്തു എന്നെ വിളിച്ച ആ വിളിയിലേക്ക്, അവൻ എന്തിനു വേണ്ടി എന്നെ വിളിച്ചു, ആ വിളിയിലേക്ക് ഞാൻ തിരിച്ച് യാത്ര ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നാമൊക്കെ എപ്രകാരമാണ് നമ്മുടെ ക്ലേശകരമായ നിമിഷത്തിൽ, നമ്മുടെ ദുഃഖപൂർണമായ ദുരിത നിമിഷങ്ങളിൽ നാം എടുക്കുന്ന മനോഭാവം, നാം ആ സമയങ്ങളിൽ എപ്രകാരമാണ് ആയിരിക്കുന്നത്? ആ നിമിഷങ്ങളെ പഴിച്ചുകൊണ്ട് നമ്മളെ ദുരിതത്തിലേക്ക് അയക്കുന്ന വ്യക്തികളെ പഴിച്ചാണോ നാം ഇരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ട്രാക്ക് ഒത്തിരി മാറിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ അധികാരികളെയാണ് പഴിക്കുന്നത്, നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയാണ് പഴിക്കുന്നത്, നാം നമ്മുടെ മക്കളെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നോട് ബഹുമാനിച്ചില്ല, എന്നെ സ്നേഹിച്ചില്ല, എന്നെ കരുതിയില്ല, എനിക്ക് വേണ്ടതൊന്നും തന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതൊന്നുമല്ല. നമുക്ക് പറഞ്ഞിട്ടുള്ളത് മരണമാണ്. ഞങ്ങൾ ദിവസം തോറും വധിക്കപ്പെടുകയും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വധിക്കപ്പെടുവാൻ നിന്നു കൊടുക്കുന്നവനാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ ധീരൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വ്യക്തികളാണ്. നമുക്കറിയാം സ്തേഫാനോസ് ശമ്മാശൻ്റെ കാര്യം. അദ്ദേഹം തൻ്റെ മരണസമയത്ത് അനേകർ കല്ലെറിയുന്നുണ്ട്, അനേകർ ആർപ്പ് വിളിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊന്നും അദ്ദേഹം അവരെ പഴിക്കുന്നില്ല, അവരോട് ശാപവാക്കുകൾ പറയുന്നില്ല. ഇവർ ചെയ്യുന്നതെന്താ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ കൊലയ്ക്ക് വേണ്ടി തയ്യാറായപ്പെടുന്നു. കൊലയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ നിന്നു കൊടുക്കുന്നു. ഒരു ആടായി, ഒരു കുഞ്ഞാടായി ഈ ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിന് വേണ്ടി ശിരസ് നമിച്ച് കൊലയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ നിന്നു കൊടുക്കുന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം ദർശനം കാണുന്നു. ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും ആ ക്രിസ്തു ഇതാ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതുമായിട്ടുള്ള ദർശനം അദ്ദേഹം കാണുന്നു. അത്രയും ഉന്നതമായ ഒരു ദർശനത്തിലേക്കും ഒരു ദൈവിക അനുഭവത്തിലേക്കും ഒരു ദൈവ സ്വരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും ആ മനുഷ്യൻ നയിക്കപ്പെട്ടത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഗുരുനാഥൻ്റെ പാത പിന്തുടർന്ന് ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടുവാൻ, കൊല ചെയ്യപ്പെടുവാൻ വേണ്ടി നിന്നു കൊടുത്തപ്പോഴാണ്. മറ്റുള്ളവരാൽ ഒരു കാരണവുമില്ലാതെ പീഡിപ്പിക്കപ്പെടുവാൻ വേണ്ടി, കല്ലെറിയപ്പെടുവാൻ വേണ്ടി ആ മനുഷ്യൻ നിന്നു കൊടുത്തുകൊണ്ടാണ് ആ മനുഷ്യൻ മരിക്കാൻ നേരത്ത് സ്വർഗം തുറന്നത്. ക്രിസ്തു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടുള്ള വലിയ ഒരു കാഴ്ച, ഒരു ദർശനം അദ്ദേഹം കണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ഒരു വലിയ ക്രിസ്തു ചൈതന്യത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. അതാണ് തമ്പുരാൻ അവൻ്റെ ആടുകളുടെ ഉപമയ്ക്കകത്ത് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം
10-ാം 27-ാം തിരുവചനം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അവ എന്നെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ കർത്താവിൻ്റെ ആടുകളാണ് നാം ഓരോരുത്തരും. കർത്താവ് ഇതാ വചനത്തിലൂടെ പറയുകയാണ്, അവ എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അവ എന്നെ അനുഗമിക്കുന്നു. എത്രയോ മനോഹരമായിട്ട് കർത്താവ് ഇതാ പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങൾ എൻ്റെ ആടുകളാണ്, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നെ അനുഗമിക്കാനാണ്. അനുഗമിക്കുന്നവന് പറഞ്ഞിട്ടുള്ളത് അവൻ ദിവസം തോറും വധിക്കപ്പെടുകയും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ പീഡനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നായിരിക്കാം നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത്. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെടാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ ഭാഗത്തായിരിക്കും സത്യം, നമ്മൾ പറയുന്നിടത്തായിരിക്കും നീതി, ന്യായവും എല്ലാം നമ്മൾ പറയുന്ന സ്ഥലത്തായിരിക്കും, നമ്മൾ പറയുന്ന സത്യവുമായിരിക്കാം. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പീഡിപ്പിക്കപ്പെടുവാൻ, ഒരു കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടുവാൻ നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ, കർത്താവ് സിയോനിൽ ഗോകുൽഥായിൽ അറുക്കപ്പെടുവാൻ നിന്നു കൊടുത്ത പോലെ നമ്മൾ അറുക്കപ്പെടുവാൻ നിന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ തലകളെ കുനിച്ച് അവൻ്റെ മുമ്പിൽ, ആ വ്യക്തിയുടെ മുമ്പിൽ അറുക്കപ്പെടുവാൻ നിന്നു കൊടുക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവായി, മറ്റൊരു ക്രിസ്തുവായി മാറും. മറ്റൊരു ക്രിസ്തുവായി നമ്മുടെ ജീവിതം മാറ്റപ്പെടും. അല്ലാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടെ യുക്തി കൊണ്ടോ നമ്മുടെ ന്യായം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മൾ നേരിട്ടതുകൊണ്ട്, അവയെ ന്യായീകരിച്ചതുകൊണ്ടോ ഒന്നും നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറില്ല. അതിനെ മറ്റുള്ളവരുടെ കുറ്റമായി ആരോപിച്ചാലും അത് ശരിയായിരുന്നാൽ പോലും നമ്മൾ വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ക്രിസ്തു അനുയായിയായി നമ്മൾ മാറില്ല. ഒരു യഥാർത്ഥ ക്രിസ്തു അനുയായിയായി നമുക്ക് മാറണമെങ്കിൽ, ഗുരുനാഥൻ്റെ പാത പിന്തുടരുന്ന ക്രിസ്ത്യാനിയായി മാറണമെങ്കിൽ നമ്മൾ കൊലയ്ക്ക് തയ്യാറാവണം. കൊല്ലപ്പെടുവാൻ, അറുക്കപ്പെടുവാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ അറുക്കപ്പെട്ട് അവന് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.